നടന്നുപിടി നമ്മൾ ഓരോ ദിവസവും ഒരാഴ്ചയിൽ ഒരെണ്ണമെങ്കിലും വീതം, ഏറ്റവും കുറഞ്ഞ ഒരെണ്ണമെങ്കിലും വീതം വലിയ കൊലപാതക വാർത്തകൾ ഡെയിലി കേൾക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നാടും നഗരവും ഒക്കെ മാറി. അത് കഴിഞ്ഞ കുറേയധികം നാളുകൾ കൊണ്ടാണ് നമ്മളത് കാണുന്നു. അനിവാര്യമായ ഭരണമാറ്റം UDF അധികാരത്തിലേക്ക് വരികയാണ്. അങ്ങനെ അധികാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പറയാൻ, അവിടെ നിന്നും ഓരോന്നും നേടിയെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന എനിക്ക് വോട്ടുകളെ തന്നെ വിജയിപ്പിക്കണം എന്ന് ഓരോരുത്തരോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. പിന്നെ ഇവിടെ എല്ലാ ജംഗ്ഷനിലും ആളും കുട്ടികളൊക്കെ ആയിട്ട് നല്ല വെയിലും ചൂടും ഒക്കെ ഇല്ല. അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചില സ്ഥലത്ത് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവർ വേണം വൈകി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇനിയും കുറേ പ്രാവശ്യം ഇവിടെ തന്നെ ഞാനുണ്ട്. വീണ്ടും കാണാം, വീണ്ടും ഫോട്ടോ എടുക്കാം. ഇപ്പൊ നമുക്ക് പടപടയെന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്ത് അത്യാവശ്യം സന്തോഷത്തിന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമുക്ക് പിരിയാം. അപ്പോ പെട്ടെന്ന് പിരിയാം, വഴി ബ്ലോക്ക് ആക്കാം കേട്ടോ. വോട്ട് ചെയ്യൂലേ? അമ്മ വോട്ട് ചെയ്യൂലേ? ഓ അതാണ്, അത് കേട്ടാ മതി കേട്ടോ. എനിക്ക് ഫോട്ടോ എടുക്കേണ്ട ഒരു ക്യാമറ വന്നിട്ട് എന്റെ ഇടതുവശത്തേക്ക് വന്നാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ബൂത്ത് സാധാരണ 250-300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിപ്രാവശ്യം തിരുത്തി 300-ന് പുറത്ത് വരാനുള്ള പണി നമ്മൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹലോ, എന്തോ എടാ അയ്യോടെ ഇത് ആരുടെ നിനക്ക് പൊട്ടൊക്കെ തൊട്ട് തന്നെ? നിനക്ക് ആരും ഇങ്ങനത്തെ കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് തരുന്നേ? എടാ ആയിക്കോട്ടെ, ആരാ മുത്തശ്ശിമാരൊക്കെ ഒന്ന് വന്ന് ചേർന്ന് തന്നെ. റെഡി. ഇതിന്റെ ഫോട്ടോ എടുക്കണോ? തകർക്കണം നമുക്ക്. ആ ധൈര്യമാണ് കേട്ടോ. കൂടെ ഉണ്ടാവും എല്ലാരോടും. ഇനി പോട്ടെ. അവിടുന്ന് ആരാ വരുന്നേ? ഓക്കെ ടോളി. ഹലോ നമ്മുടെ രാജാവിന് രാജാവേ, സെൽവരാജാവ് കുമ്പാടത്തിനും പഞ്ചാണി. സൂക്ഷിക്കുക, വേരും ചൂടുമൊക്കെ അത്രയുണ്ട്. നിങ്ങൾ കൊടുക്കേ
സംവിധായകരെ രമേശ് പിഷാരടി കടന്നു വരികയാണ്. രാജാവേ കാര്യം നമ്മുടെ കാര്യം എടുത്തിരുന്നു. രമേശ് പിഷാരടി വിവാഹത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഞങ്ങളെ നേരിട്ടുണ്ട് ഞങ്ങളുടെ അംഗീകാരങ്ങൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം അതിലുപരി ആത്മവിശ്വാസത്തോടുകൂടി ജനസമക്ഷം പാലക്കാടിന് വേണ്ടി സമർപ്പിച്ച കരുത്തനായ നേതാവുകൾ രമേശ് പിഷാരടി നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ കൈയടയാനും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ, മനസ്സാകുന്ന ശ്രീകോവിലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വോട്ടവകാശങ്ങൾ മറക്കാതെ മായാതെ മനഃചാഞ്ചല്യമില്ലാതെ സത്യത്തിന്റെ സമാധാനത്തിന്റെ പാലക്കാടിന്റെ ജനകീയനായ സാരഥി രമേശ് പിഷാരടിയുടെ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഭാരതത്തിലുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സാധിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ദൂരദേശ സ്നേഹികൾ ജീവത്യാഗം ചെയ്ത് കടുത്തുയർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കരുത്തു പകരുവാൻ ഐക്യജനാധിപത്യ മുന്നണി സമർപ്പിച്ചിരിക്കുന്ന കരുത്തനായ സാരഥി രമേശ് പിഷാരടി ഇതാ കടന്നു വരുന്നു. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ തുറന്ന വാഹനത്തിൽ നിലമനസ്സോടെ തൊടുകൈകളോടെ നിങ്ങളെ നേരിൽ കാണുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ, ഞങ്ങളെ നേരിൽ കാണുവാൻ നിങ്ങളുടെ അംഗീകാരങ്ങൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ആയിരക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയങ്ങൾ വീടടക്കി പാലക്കാടിന്റെ പ്രിയ സാരഥി രമേശ് പിഷാരടി ഇതാ കടന്നു വരുന്നു. ഈ വാഹന ഐക്യജനാധിപത്യ മുന്നണി പാലക്കാടിന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന കരുത്തനായ സാരഥി രമേശ് പിഷാരടി ഇതാ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, അമ്മമാരെ, സഹോദരിമാരെ, മാതാ ഇതാരുടെ വീടാ? നമസ്കാരം. ഇത് കൊള്ളാട്ടോ മകന്റെ ഇന്ന് ഓഫീസ് അതിനിപ്പോ തന്നെ സെറ്റാക്കില്ല. നിങ്ങളല്ലേ ഇത്ര നിങ്ങൾക്കല്ലേ പുതിയ അനുഭവം, ഞങ്ങൾ നടക്കേണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ. ഞങ്ങൾ നടന്ന ആൾക്കാരാണ്. ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. അത് സ്ഥാപനമനുസരിച്ചിട്ടാണോ അതോ ഇഷ്ടം കൊണ്ടാണോ അത് നല്ല നേതാവിന് കിട്ടിയതിന് സന്തോഷത്തിലാണ്. ഞാൻ അവരുടെ കേലക്കോട്ടിലേക്ക് നമ്മുടെ രമേശ് പിഷാരടി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 15 വർഷക്കാലം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സന്തോഷത്തിലാണോ? ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മള് സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ എന്തൊക്കെയാണ് ആരൊക്കെയാണെന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് വലിയ വിശേഷമാണ്. ഒരു നിയോജകമണ്ഡലത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും വളരെ സിൻസിയറായി ഹൃദയത്തിൽ നിന്ന് വളരെ കാര്യമായി സ്നേഹിക്കുന്നു. ആ സ്നേഹം കിട്ടുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഉണ്ടായാലും ഏറ്റവും നല്ല അനുഭവം എന്തായിരുന്നു? ഏതെങ്കിലും ഒരെണ്ണമായിട്ട് എടുത്ത് പറയുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത് എല്ലാ ഏതാണ്ട് ഒരുപോലുള്ള അനുഭവങ്ങളാണ്. നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മളെ കാണുമ്പോൾ ഒരു കയ്യിൽ നിന്ന് അപ്പം എന്താണോ കയ്യിലുള്ളത് അത് തരുന്നു എന്നുള്ളതൊരു വലിയ കൗതുകമാണ്. ഓട്ടോറിക്ഷയിൽ സംഭാരം കൊണ്ടുപോകുന്നത്, ചേട്ടാ 2 സംഭാരം എടുത്തോന്ന് പറയുക, മാങ്ങയും കൊണ്ടുപോകുന്നു, മാങ്ങ എടുത്തോന്ന് പറയുക. അതിൽ
അവരുടെ കയ്യിൽ അപ്പം എന്താണ് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് തരുന്നതിൻ്റെ ഒരു വലിയ, നമ്മൾ വണ്ടിക്ക് പോകുമ്പം വെള്ളം കരുതി വെച്ചിട്ടും ഒക്കെ തരുന്നുണ്ട്. അതൊക്കെ വലിയ സ്നേഹമാണ്. വിമർശിക്കുന്ന ആൾക്കാരെ മൈൻഡ് ചെയ്യാൻ സമയമില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെയുള്ള ജനങ്ങളെയാണ് ഇനി മൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ട്. ഈ വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള വിമർശനങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞാൽ ഐഡിയകളും സ്റ്റാർട്ടപ്പുകൾക്കുമൊക്കെ പറ്റിയ ഒരുപാട് സ്കോപ്പുള്ള ജോഗ്രഫിയുള്ള സ്ഥലമാണ്. തൊട്ടടുത്ത് ഗ്രാമവും തൊട്ടടുത്ത് നഗരവും ഒട്ടും അകലെയല്ലാതിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പറയുന്ന പോലെ ചില ആളുകളുടെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടാവും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. ചില ആളുകളുടെ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാവില്ല. ഇവരൊരു കോമൺ ഏരിയയിൽ വെച്ച് നമുക്ക് ഏകോപിപ്പിച്ചാൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്കും തൊഴിൽ സാധ്യതകളുമൊക്കെ വലിയ സാധ്യതയുണ്ട്. ടൂറിസത്തിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്കോപ്പുള്ള സ്ഥലമാണ്. നമുക്ക് ടൂറിസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ കോളത്തോടെ ഒരു സായിബും മതാമയും ബാഗും തൂക്കിയിട്ട് നടക്കുന്ന അങ്ങനെ അതിനെ നമ്മൾ കാണരുത്. ഇവിടെ വലിയ സ്കോപ്പുള്ള ചെറിയ 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 കോട്ടേജുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ കൊണ്ട് ടൂറിസം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം സമഗ്ര മേഖലകളിൽ പല ആളുകളുടെ പലതരത്തിൽപ്പെട്ട ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പോൾ UDF ഗവൺമെൻറ് കൂടെ വരുമ്പോൾ എനിക്ക് നിർബന്ധമായും തീർച്ചയായും അവിടെ ചെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയാനും വാങ്ങിക്കാനും ഒക്കെ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അതായത് പറവൂർ, ഞാൻ ആദ്യമായിട്ട് പിഷാരയുടെ പ്രോഗ്രാം കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം പറവൂർ ലക്ഷ്മി കോളേജിൻ്റെ ഫ്രണ്ടിൽ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് വെളുപ്പിനി സലീംകുമാറിൻ്റെ ട്രൂപ്പിൽ വർക്ക് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്ലിം പയ്യൻ ഷൂസൊക്കെ ഇട്ട് കാലത്ത് വെളുപ്പിനെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിനുശേഷം പിന്നെ സിനിമയിൽ കാണുന്നു ഫുൾ AC കംപ്ലീറ്റ് ഇരിക്കുന്ന ആൾ ഈ കൊടും ചൂടിൽ പാലക്കാട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ഫീലിംഗ് ആണുള്ളത്? ഫുൾ AC കംപ്ലീറ്റ് ഇരിക്കുന്ന ആളെന്ന് പറയാൻ ഞാൻ ഡോക്ടറൊന്നുമല്ല, സിനിമ ഔട്ട്ഡോറാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫുൾ AC ഇരിക്കാൻ പറ്റത്തില്ല. അല്ല, എല്ലാ ബാക്കിയുള്ള ആണെങ്കിലും നമ്മുടെ സ്റ്റേജ് പരിപാടികളാണെങ്കിലും പോയിക്കൊണ്ടിരുന്നതിനും എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. ചൂട് ഇവിടെ ഉണ്ടെന്നും ചൂട് എറണാകുളത്തുണ്ടെന്നും കേരളത്തിൽ മുഴുവൻ ചൂട് കൂടുന്നുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ എനിക്കറിയാം. അതൊക്കെ സഹിക്കാൻ എനിക്കാകുമോ, ഞാൻ അതിന് തയ്യാറാണെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. പെട്ടെന്ന് ഒരു ദിവസം ഓടി വന്ന് ഇത് കൊള്ളുന്നതല്ല. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ പ്രചരണത്തിനാണല്ലോ. ഞാൻ സ്ഥാനാർത്ഥി അല്ലാതിരിക്കുമ്പോൾ ഞാനൊരു 60 പേരുടെയെങ്കിലും പ്രചരണത്തിന് എല്ലാ മണ്ഡലങ്ങളിലും, ഒരു മണ്ഡലമില്ല, തിരുവനന്തപുരം തൊട്ട് ഇങ്ങനെ ഓടി 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 പോയിട്ടുള്ള ആളാണ്. അന്നും ഇതെല്ലാം ഇതുപോലെ തന്നെയാണ്. അനൗൺസ്മെൻറ്റും പ്രസംഗവും യാത്രകളും രാവിലെ തൊട്ട് രാത്രി വരെ 60ഓളം മണ്ഡലങ്ങളിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കിതെല്ലാം നല്ല ശീലമുള്ള കാര്യമാണ്. പൊളിറ്റീഷ്യനായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പ് പൊളിറ്റീഷ്യനാണോ ആയിട്ട് നിൽക്കാനാണോ, അതായത് സാമൂഹ്യ പ്രവർത്തനമായിട്ട് നിൽക്കാനാണോ ബുദ്ധിമുട്ട്, അതോ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കാനാണോ ബുദ്ധിമുട്ട്? രണ്ടും അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ജോലിയാണല്ലോ. അത് എടുക്കുമ്പോഴും ഇത് തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ ഇതിന് നിൽക്കുന്ന കാര്യമാണ്. പൊളിറ്റീഷ്യനാകുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. ഞാൻ വളരെയധികം ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളോട്. ഞാൻ കലാകാരനാകുമ്പോൾ എനിക്ക് എൻ്റെ എന്നെ ഏൽപ്പിച്ച ആ 2 മണിക്കൂറിൻ്റെ ഉത്തരവാദിത്വം, ആ പരിപാടി ഭംഗിയാക്കണം എന്നുള്ളതായിരിക്കും ഉത്തരവാദിത്വം. ഇത് അങ്ങനെയല്ല. ഇത് എൻ്റെ ഉത്തരവാദിത്വം 24 മണിക്കൂറും തുടരുന്നതാണെന്നുള്ള ബോധ്യമുണ്ട്. അതിലാണ് നിൽക്കുന്നത്. ആയിക്കോട്ടെ. ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഷാഫി പറമ്പലിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ പഞ്ചായത്ത് തന്നെ നിർമ്മിച്ചത്. ഇപ്പോൾ കയ്യടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്വീകരണത്തിന് പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സാരഥി രമേശ് പിഷാരടി ഇവിടെ നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളുമെല്ലാം തനിക്കനുകൂലമായി രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൈയടയാളത്തിൽ നിങ്ങളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വോട്ടവകാശങ്ങൾ രേഖപ്പെടുത്തുവാൻ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാലക്കാടിന്റെ ജനമനസ്സുകൾ കീഴടക്കി ഈ നാടിന്റെ പ്രിയങ്കരനായ സാരഥി രമേശ് പിഷാരടി
ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സാരഥി രമേശ് പിഷാരടി നിങ്ങളെ നേരിൽ കാണുവാൻ ഞങ്ങളുടെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളുമെല്ലാം തനിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ചരിത്ര വിജയം സമ്മാനിക്കുവാൻ നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാലക്കാടിന്റെ ജനപ്രിയ സാരഥി രമേശ് പിഷാരടി ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങളുടെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളുമെല്ലാം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലവരായ സ്നേഹമതികളായ ബഹുജനങ്ങളെ നേരിൽ കാണുവാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ കൈയടികാലത്തിൽ രേഖപ്പെടുത്തുവാൻ നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയാതെ മനഃചാഞ്ചല്യമില്ലാതെ കൈയടികാലത്തിൽ രേഖപ്പെടുത്തി തൊഴുകൈകളോടെ നിങ്ങളെ നേരിൽ കാണുവാൻ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന കർണാടകയിലുള്ള ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ മുതുകാടിന്റെ സ്നേഹാവലിക്ക് മുന്നിൽ ജനാവലിക്ക് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് ശ്രീ രമേശ് പിഷാരടിയെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി കണ്ണാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനത്തിൽ സ്ഥാനാർത്ഥി ശ്രീ രമേശ് പിഷാരടി അവർ മുതുകാടിന്റെ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പതിനഞ്ചുപേരായിരുന്ന ശ്രീ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച കിട്ടുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തമായ കോട്ടയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലമെന്ന് അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി രമേശ് പിഷാരടിയെ ചരിത്ര ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായുള്ള സ്ഥാനാർത്ഥി പര്യടനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതെ, ഫോട്ടോ ഞാൻ എടുത്തു എല്ലാവരും പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മുതുകാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തണമേ എന്നുള്ള അഭ്യർത്ഥനയുമായി നമ്മളുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുവാനായി നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ചേട്ടന്മാരെ, ചേച്ചിമാരെ, എല്ലാവർക്കും എന്റെ വിനയം നിറഞ്ഞ നമസ്കാരം. ഞാൻ നിങ്ങളൊക്കെ കുട്ടികളും കുടുംബവും സ്ത്രീകളും ഒക്കെ ആയതുകൊണ്ട് വലിയ രാഷ്ട്രീയമൊന്നും ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ വേണ്ടി മുതിരുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രസക്തി, ആ പാട്ട് നോക്കിയത് നന്നായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. നിരന്തരമായ വിലക്കയറ്റവും എല്ലാ ദിവസവും ഓരോ ആഴ്ച കഴിയും തോറും നമ്മൾ കാണുന്ന കൊലപാതക വാർത്തകൾ ഉൾപ്പെടെ, ലഹരിയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന സാഹചര്യത്തിൽ ഉറപ്പായും UDF-ന്റെ ഭരണത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശബ്ദമായി അവിടെ നിലകൊള്ളുവാൻ കൈപ്പത്തി ചിഹ്നത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ എല്ലാ ജംഗ്ഷനിലും ആളുകളുണ്ട്, കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്, വെയിലാണ്, ചൂടാണ്. ഞാൻ ഒരു ജംഗ്ഷനിൽ എല്ലാവരുടെയും കൂടെയൊക്കെ സിംഗിൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അടുത്തടുത്തേക്ക് പോകുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നവരാകെ അവശതയായി പോകും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കാണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ്
അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ടോ കുറേ എണ്ണം ഒക്കെ നമ്മൾ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് വീണ്ടും കാണാം, വീണ്ടും വരാം, വീണ്ടും ഫോട്ടോ എടുക്കാം. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കുറച്ച് നേരം നിൽക്കാം. നന്ദി കേട്ടോ. ചേട്ടാ റെഡി? ഓക്കെ ഓക്കെ. അമ്മി പറയുന്നതിന് വേണ്ടി വിനോദ് ക്ഷേമമാണ്. എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, സഹോദരിമാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, നമ്മൾ ഇവിടെ ഒത്തുചേർന്നത് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ബൈറ്റ് പറയാം, ഞാൻ പറയാം, പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ അവിടെ പോയി നിൽക്കി. നിങ്ങൾ അവിടെ പോയി നിൽക്കുന്ന ആരാപ്പുറത്ത് നിൽക്കാൻ പറഞ്ഞത്? ആദ്യം പിള്ളേർക്ക് കുറച്ച് താഴ്ത്ത്. ഓക്കെ, കൈവക്കിയാൽ നിങ്ങളുടെ മുഖം പറയണ്ടേ? ഓക്കെ. ഒന്ന് വന്നൂടെ. ഇതിനകത്ത് എല്ലാവരും ഇപ്പുറത്ത് കയറിയില്ല, ഇവിടെ തിരിച്ചു. നമസ്കാരം. ജനാധിപത്യ വിശ്വാസികളെ നേരിൽ കാണുവാനും നിങ്ങളുടെ വിലയേറിയ തനിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുവാൻ നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാലക്കാടിന് മുന്നിൽ ഐതിഹാസികമായ ചരിത്ര വിജയം തനിക്ക് നൽകണമെന്ന് ഉണ്ടാവണേ. കൂടെ വന്നാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും നോക്കാനില്ല, കാര്യങ്ങൾ ഗംഭീരമാക്കി തരും കേട്ടോ. ആക്കി തരും, അതിനല്ലേ ഞാൻ എല്ലാ പണിയും കളഞ്ഞ് വന്നേക്കുന്നത് കേട്ടോ. അമ്മേ ഓക്കെ, നമസ്കാരം. കൂടെ ഉണ്ടാവണല്ലോ, ഇതിവിടെ വച്ചിട്ട് എപ്പോഴും കയറും കൂടെ ഇറങ്ങുമ്പോഴും നമ്മുടെ പ്രവർത്തനം. ഓക്കെ, മാറിപ്പോരുത്. അമ്മേ കൂടെ ഉണ്ടാവണം.
നമസ്കാരം. കൂടെ ഉണ്ടാവണോ? കൂടെ ഉണ്ടാവണോ? ആദ്യമാരെ കസേര ഒതുക്കി. വരൂ. മുഴുവൻ പ്രവർത്തകരും ഈ കസേരകളിലേക്ക് വന്നിരിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വീകരണ യോഗം ആരംഭിക്കുകയാണ്. മുഴുവൻ പ്രവർത്തകരും ഈ കസേരകളിലേക്ക് വന്നിരിക്കേണ്ടതാണ്. ഇവിടുത്തെ തന്നെ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളുടെ IT ആയാലും മറ്റ് പല മേഖലയിലും കേരളം പോലെ അനുകൂലമായ ഒരു ജോലി സാധ്യതയുള്ള തൊഴിലവസരങ്ങളുള്ള ഒരു സംസ്ഥാനം വേറെയില്ല. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ ഈ 10 വർഷം ഭരിച്ച പിണറായി വിജയന്റെ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം, അതിന്റെ ഭാരവാഹികൾ, എത്ര മനോഹരമായി ഈ സ്വീകരണ പരിപാടി ഇവിടെ ഒരുക്കിയ മറ്റ് അതിനുവേണ്ടി ബുദ്ധിമുട്ടിയ ആളുകൾ, എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നമ്മളിപ്പം ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. കാഴ്ചപ്പുറപ്പിലായിട്ട് അതിന്റെ കുറച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനും ഇനി കുട്ടികളും നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അത്രയും കേരളം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ ഒരുപാട് സംസാരിക്കുന്നില്ല. ഒന്ന്, അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിംഗ്, റോഡ്, കെട്ടിടങ്ങൾ, അതൊക്കെ ഒരു വശത്ത് അവർ സംസാരിക്കുമ്പോഴും ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാണ്. മനുഷ്യരെ വളരെ വില കുറച്ച് കാണുകയും മനുഷ്യരുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും നമ്മളുടെ അവകാശങ്ങൾ നമുക്ക് തന്ന ശേഷം അത് നമുക്കെന്തോ ഔദാര്യം തന്നതായി അവതരിപ്പിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സ്ഥിതിയിലാണുള്ളത്. കിറ്റ് വാങ്ങിച്ച് നക്കിയിട്ട് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവർ യാത്ര ചെയ്ത ബസ് മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണും എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ കേരളവും പലതരത്തിൽ, കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ നമ്മളിവർ വലിയ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ നമുക്ക് എന്താണ് കിട്ടിയത് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചിട്ട് രജിസ്ട്രേഷന്റെ വില കൂടിയിട്ടുണ്ട്, ഗ്യാസിന്റെ വില കൂടിയിട്ടുണ്ട്, ഗ്യാസ് കിട്ടാനില്ലാതായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇവർ കാണുന്നില്ല. കേരളം 100% സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിന് മുന്നിലാണ്. ഇതെല്ലാം പല കാലങ്ങളിലുള്ള UDF ഗവൺമെന്റുകൾ കൃത്യമായ അളവിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷെ അന്നൊന്നും ഒരു PR വർക്ക്, ഇതൊരു കടമയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് എല്ലാ ജംഗ്ഷനിലും ഉദ്ഘാടനങ്ങളും, ഒരു ട്രെയിനല്ലേ വന്നത്, നമ്മുടെ അതിനു മുമ്പ് ഈ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എല്ലാ ട്രെയിനുകളും കോൺഗ്രസ് പാർട്ടി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. ഇത്രയും പരസ്യം എന്തിനെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴും നമുക്ക് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ യാത്ര വീണ്ടും ദുരിതമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളാണുള്ളത്. അവിടെ ഗവൺമെന്റ് മാറും, UDF ഗവൺമെന്റ് വരും. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളുടെ ശബ്ദമാകാൻ നിയമസഭയിൽ ഞാനും കൂടെ ഉണ്ടാകുക എന്നതൊരു വലിയ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ കൂടി നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളോടൊരു അനുഭാവമുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു വോട്ട് ചെയ്തു, അതോടെ എൻ്റെ കടമ തീർന്നു എന്ന് വിചാരിക്കാതെ ഓരോരുത്തരും ഞാനായി മാറണം, നമ്മൾ അധ്വാനിക്കണം, പല ആളുകളോട് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ട് കൂടുതലാക്കണം. വലിയ വിജയം നമുക്ക് മേടിച്ചു തരേണ്ടതായിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ നല്ല ലളിതഗാനത്തിലൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പാടാം, എനിക്ക് ജയിക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓട്ട മത്സരത്തിലാണെങ്കിലും ഞാൻ തന്നെ ഓടണം, നിങ്ങൾക്ക് ഒരു പരിപാടി നടക്കൂല. പക്ഷേ ഇലക്ഷൻ അങ്ങനെയല്ല, എനിക്ക് മത്സരിക്കാനേ പറ്റുള്ളൂ, ജയിക്കാൻ പറ്റില്ല, ജയിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നിങ്ങളൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ സ്വീകരണം ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ പലയിടത്തും നല്ല വെയിലത്തൊക്കെ കുട്ടികളും അമ്മമാരും ഒക്കെ കാത്തിരിക്കുക. അപ്പോൾ ഓരോ ജംഗ്ഷനിലും നമ്മൾ എല്ലാവരുടെയും കൂടെ സെൽഫി എടുത്തിട്ട് അടുത്ത വശത്തേക്ക് പോകുമ്പോൾ അടുത്ത സ്ഥലത്ത് കാത്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ അവശതയാവും. ഇപ്പം നമ്മൾ എടുക്കാതെ പോകണമെന്നല്ലാട്ടോ പറഞ്ഞു, നമ്മളിപ്പം ഗ്രൂപ്പായിട്ട് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുക്കും അത്യാവശ്യമുള്ള ആളുകൾക്ക്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം, വീണ്ടും ഫോട്ടോസ് എടുക്കാം, കണ്ടുകൊണ്ടേ ഇരിക്കാം. ഇപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സ്നേഹം പങ്കുവെച്ച് പിരിയാം. എല്ലാവരും പരമാവധി വോട്ടുകൾ
ശേഖരിക്കണം, സമ്പാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സുധാചന്ദ്രൻ അവരെ സ്നേഹമാണ്. ഒരു 5 പേരുടെ ഫ്രണ്ട്സിന്റെ സംഘം വീതം ഒരു 5 പേരുടെ ഫ്രണ്ട്സ് സംഘം 5 പേരിൽ കുറഞ്ഞ ഫോട്ടോസ് എടുക്കില്ല കേട്ടോ. ഓക്കെ, 5 പേരുടെ സംഘങ്ങൾ വരും. 5 പേരുടെ സംഘങ്ങൾ വരും. ബാ, അല്ല, അതിന് ഞാനൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കോൺക്ലേവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കാടോ. നമുക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു പ്രത്യേക കേട്ടോ. ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് പ്ലാനുകൾക്ക് പദ്ധതികളുണ്ട്. എടാ, നിങ്ങൾ 5 പേരില്ലാണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. 5 പേര് വേണം ഒരു ഗ്രൂപ്പ്. ഇവന് ഫോൺ തരുമോ അപ്പൊ ഇനി? ആഹാ, അവളെ കരയിക്കണ്ട. അവള് ഇവിടെ ഈ ഫോട്ടോയിൽ പോയി. ഇവള് ഗുഡ്ഗേളാണ്. വേണ്ട, അവളെ കരയിക്കണ്ട. വാ, ഇവിടെ നോക്ക്. മുത്തശ്ശി നല്ല അടിയിരിക്കുന്നത്. അവൻ എന്തിന്റെ കൊച്ചിനെ കരയിച്ചത്? ഞാനതിൽ ഇട്ടു. അവിടെ ചിരിച്ചാ പൈസ കൊടുക്കണം. അമ്മൂമ്മേനെ വഴക്ക് പറയാട്ടോ അതിനെ കരയിച്ചേനെ. അവള് ഗുഡ്ഗേളായല്ലോ. അത് ഞാൻ എടുത്തു തരുവാണ് ഏറ്റവും സ്പീഡാകുന്ന കാര്യം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വളരെ പതുക്കെ ഫോണൊക്കെ തന്നെ. എല്ലാം ഓക്കെ അല്ലേ? ആർക്ക് വോട്ട് ചെയ്യുന്നത്?
చాలా అంగడి നേതൃത്വത്തിനോട് പറഞ്ഞോളൂ. ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി രമേശ് പിഷാരടി കടന്നു വരികയാണ്. അവിടുന്ന് വന്നാണ് ഞാൻ കണ്ടത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതിനോട് ഉണ്ടായിരുന്നോ? മൂന്ന് പേര് കൂടെ വന്നടാ. ആഹാ ആഹാ ആഹാ. ഓക്കെ കേട്ടോ. അമ്മേ ഓക്കെ ചേട്ടാ. ഓക്കെ അല്ലേ വരും കേട്ടോ. ഓക്കെ മോനെ 2 ഫോട്ടോ എടുത്തോനെ. വാ മറ്റേ ഫോൺ കടന്നു വരിക. പ്രിയമുള്ളവരെ, കലാസാംസ്കാരിക രംഗങ്ങളിലൂടെ കേരളക്കര കീഴടങ്ങി ചരിത്ര വിജയം സമ്മാനിക്കുവാൻ നല്ലവരായ സംവിധായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വരാം. നല്ലവരായ വിഭജനങ്ങളെ ഫുള്ള് കൂടെ ഉണ്ടാവണം. ബ്ലെസ്സിങ്സ് വേണം. കൈയടയാളത്തിൽ നിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ രേഖപ്പെടുത്തി ചരിത്ര വിജയം സമ്മാനിക്കുവാൻ നല്ലവരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ അമരക്കാരൻ രമേശ് പിഷാരടി ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങളേവരെയും നേരിൽ കാണുവാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളുമെല്ലാം കൈയടയാളത്തിൽ രേഖപ്പെടുത്തി ചരിത്ര വിജയം സമ്മാനിക്കുവാൻ നല്ലവരായ സംവിധായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ കടന്നു വരുന്നു. കാലം കരുതി വെച്ച കരുത്തുമായി കാലത്തിന്റെ കയ്യൊപ്പുമായി അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി ചരിത്ര വിജയം സമ്മാനിക്കുവാൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതെന്താ പറ്റി? എന്താ ഓടുന്നത്?
നമസ്കാരം. ഒന്ന് വിളിച്ചോക്കാം ഞാൻ വിളിക്കാൻ ഒന്ന് പോലെ വിളിച്ചോ ഞാൻ വല്ല കണക്കില്ല ഞാൻ 2 മണിക്ക് ഉറപ്പിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ബാക്കി അവിടുത്തെ നിന്റെ ഉടുപ്പും പൂവും ഒക്കെ കൊള്ളാം. ഇത് ആരാ നിന്നെ ഇങ്ങനെ മനസ്സിലാക്കിച്ചത്? നമസ്കാരം. പറയാ എന്നെ കാണുമ്പോൾ ഓണം ഇരിക്കുന്ന അമ്മമാരെ, പെങ്ങന്മാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, കുടുംബാംഗങ്ങളെ എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. നിങ്ങൾ കുറേ നേരം കാത്തിരിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പലയിടത്തും പോയി എത്തുന്നതിൻ്റെ താമസമാണ്. വലിയൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് ഈ അവസരം മുതലാക്കി എടുക്കുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റമായിട്ടും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും നമ്മുടെ സ്വത്തും ജീവനും ഒക്കെ ഉൾപ്പെടെ ഒരു 5 ദിവസം പോലും ഒരു അരിങ്കൊലയുടെ വാർത്തയില്ലാതെ ഇപ്പോൾ നാട് മുന്നിലേക്ക് പോകുന്നില്ല. എല്ലായിടത്തും ക്രിമിനൽസ് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഈ അനുഭവത്തിൽ നിന്നൊക്കെ മാറ്റം വരണം. നമുക്കുണ്ടായിരുന്ന ഒരു നല്ല കാലത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഭരണം തീർച്ചയായും മാറും. UDF വരും. ആ സമയത്ത് നിങ്ങളുടെ ശബ്ദമായി അവിടെ ഉണ്ടാകാൻ എനിക്ക് കൈപ്പറ്റ് ചിഹ്നത്തിൽ വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളത് ചെയ്യും വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം, കണ്ടുകൊണ്ടേയിരിക്കാം. നന്ദി. രമേശ് പിഷാരടി അവർ അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷം ഞാനിവിടെ മെമ്പറായിട്ട് നല്ല രീതിയിലുള്ള വികസനങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സഹായങ്ങൾ ചെയ്തതും അതുപോലെ ഇനിയും നമ്മുടെ മുൻ MLA-മാർ ചെയ്ത നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്ന് നമ്മുടെ ഈ പാക്കാട് ഭാഗത്തും അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ഈ 10-ാം വാർഡ് 11-ാം വാർഡ് എന്നീ പ്രദേശങ്ങളിൽ കൂടുതലുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തിയുടെ അടയാളത്തിൽ വോട്ട് ചെയ്ത് എല്ലാവരും ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. രമേശ് പിഷാരടി ഇതാ കടന്നു വരികയാണ്. ജനാധിപത്യ വിശ്വാസികളുടെ വിലയേറിയ വോട്ടവകാശങ്ങൾ, നിങ്ങളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വോട്ടവകാശങ്ങൾ മറക്കാതെ മായാതെ വോട്ടുകളായി രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകുവാൻ സ്നേഹസമ്പന്നരായ ബഹുജനങ്ങളോട്, ഗുരുജനങ്ങളോട്, മാതാപിതാക്കളോട്, സഹോദരന്മാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി രമേശ് പിഷാരടി ഇതാ കടന്നു വരികയാണ്. ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി തുറന്ന വാഹനത്തിൽ
നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈ അടയാളത്തിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയായ പാലക്കാടിന്റെ ചരിത്രഭൂമിയിലൂടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു രമേശ് പിഷാരടി. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ പ്രിയമുള്ളവരെ നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളുടെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു രമേശ് പിഷാരടി. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സാരഥി രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ തുറന്ന വാഹനത്തിൽ നിറമനസ്സോടെ തൊടുകൈകളോടെ ചെറുപുഞ്ചിരിയോടെ ഉയറിയ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി ചരിത്ര വിജയം അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച പാലക്കാടിന്റെ പ്രിയ നായകൻ രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ക് അനുകൂലമായി നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശങ്ങൾ രേഖപ്പെടുത്തി മഹത്തായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാൻ നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് രമേശ് പിഷാരടി ഇതാ കടന്നു വരികയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ അമരക്കാരൻ രമേശ് പിഷാരടി കടന്നു വരുന്നു. കൊണ്ട് ഇതാ രമേശ് പിഷാരടി കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി തുറന്ന വാഹനത്തിൽ കൈയടയാളത്തിൽ വിലയേറിയ മനസ്സാക്ഷി അംഗീകാരങ്ങൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് രമേശ് പിഷാരടി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പാലക്കാടിന്റെ ചരിത്രഭൂമിയിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തുവാൻ നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ രമേശ് പിഷാരടി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷി അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തുവാൻ നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ പാലക്കാടിന്റെ കരുത്തനായ സാരഥി രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ മനസ്സിന്റെ അംഗീകാരങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തുവാൻ നല്ലവരായ ബഹുജനങ്ങളോട്, ഗുരുജനങ്ങളോട്, മാതാപിതാക്കളോട്, സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാലക്കാടിന്റെ ചരിത്രഭൂമിയിലൂടെ ഈ നാടിന്റെ നായകൻ, ഈ കാലഘട്ടത്തിന്റെ നായകൻ രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ തുറന്ന വാഹനത്തിൽ നിറമനസ്സോടെ തൊടുകൈകളോടെ ചെറുപുഞ്ചിരിയോടെ ഒരു മാറപ്രാവിന്റെ വിശുദ്ധിയോടെ നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, കാലം കരുതിവെച്ച കരുത്തുമായി, കാലത്തിന്റെ കയ്യൊപ്പുമായി, തളരാത്ത പോരാട്ട വീര്യവും ധീരമായ ചുവടുവെപ്പുകളുമായി മുന്നോട്ട് കുതിക്കുന്ന പാലക്കാടിന്റെ കരുത്തനായ അമരക്കാരൻ രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ തുറന്ന വാഹനത്തിൽ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളേവരെയും നേരിൽ കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി രമേശ് പിഷാരടി ഇതാ നിങ്ങളുടെ അരികിലേക്ക് ഈ പ്രദേശത്തെ അമ്മമാരെ കാണാൻ, ഈ പ്രദേശത്തെ സഹോദരിമാരെ കാണാൻ, ഈ പ്രദേശത്തെ പിഞ്ചോമനകളെ കാണാൻ, ഈ പ്രദേശത്തെ സഹോദരങ്ങളെ കാണാൻ, നിങ്ങളോട് വോട്ട് ചോദിക്കാൻ, നിങ്ങളുടെ അനുഗ്രഹാശംസകൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയങ്കരനായ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, പ്രിയമുള്ളവരെ. പോയിട്ട് വരട്ടെ, അപ്പൊ പറയണ്ടല്ലോ ഒന്നും. പ്രിയമുള്ളവരെ,
ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി രമേശ് പിഷാരടി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാകണമെന്ന് നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കൈ അടയാളത്തിൽ കടന്നുവരുന്നു. നെഞ്ചോട് ചേർത്ത് പിടിച്ച പാലക്കാടിന്റെ കരുത്തനായ അമരക്കാരൻ രമേശ് പിഷാരടി ഇതാ ഇവിടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അംഗീകാരങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അംഗീകാരങ്ങളുമെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് കൈ അടയാളത്തിൽ വലിയേറിയ വോട്ടവകാശങ്ങൾ നൽകി മഹത്തായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാൻ സ്നേഹസമ്പന്നരായ ബഹുജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ചരിത്രവിധിയിൽ സമ്മാനിക്കുവാൻ നല്ലവരായ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ രമേശ് പിഷാരടി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, രമേശ് പിഷാരടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി തുറന്ന വാഹനത്തിൽ നിങ്ങളുടെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി രമേശ് പിഷാരടി ഈ പ്രദേശത്തിലൂടെ ഞങ്ങളെ നേരിൽ കണ്ട വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളെ നേരിൽ കാണുവാനും ഞങ്ങളുടെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അവിടെ എടുക്കുന്നു കേട്ടോ, ആ ഫോണിൽ എടുക്കുന്നുണ്ടോ? മുന്നണിയുടെ സാരഥി രമേശ് പിഷാരടി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഞങ്ങളുടെ വിലയേറിയ മനസ്സിന്റെ അംഗീകാരങ്ങൾ കൈയടികാലത്തിൽ രേഖപ്പെടുത്തുവാൻ നല്ലവരായ സമ്മതിദായകർ ഞങ്ങളുടെ അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളുമെല്ലാം തനിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുവാൻ സ്നേഹസമ്പന്നരായ ബഹുജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കൈയടയാളത്തിൽ വിലയേറിയ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു രമേശ് പിഷാരടി. ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി തുറന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി രമേശ് പിഷാരടി കടന്നു വരികയാണ്. ഞങ്ങളുടെ അംഗീകാരങ്ങളും അനുഗ്രഹം ജനാധിപത്യ വിശ്വാസികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച പാലക്കാടിന്റെ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങളുടെ വലിയ വോട്ടവകാശങ്ങൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പുറത്ത് നമ്മൾ വരുമ്പോൾ കൊമ്പുണ്ട്. തീരുമാനത്തിന് പറഞ്ഞോളൂ. പ്രിയമുള്ളവരെ,
നമസ്കാരം ഉണ്ട് കേട്ടോ. കൂടെ ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. ഇങ്ങനെ 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 നമസ്കാരം, നമസ്കാരം. ആരുടെ അവിടെ കസേര കയറിയിരിക്കുന്നു? കൈയടയാളത്തിൽ മനസ്സാക്ഷി അംഗീകാരങ്ങൾ രേഖപ്പെടുത്തി ചരിത്ര വിജയം സമ്മാനിക്കുവാൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു രമേശ് പിഷാരടി. നമസ്കാരം, നമസ്കാരം, നമസ്കാരമുണ്ട്. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഹലോ, ഹലോ. ഓ ചുമ്മാ വരോ? അതല്ലേ, ഓ വെറുതെ ഞാനൊന്നും പറയുന്നതിന് മുമ്പ് വരുമോ? അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അതാരാ അവിടെ നിൽക്കുന്നേ? അവ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് കേട്ടോ. കൂടെ ഉണ്ടാവണം. ഓക്കെ, കൂടെ ഉണ്ടാവണം, സ്ട്രോങ് ആയിട്ട് ഉണ്ടാവണം എല്ലാവരോടും കേട്ടോ. വീണ്ടും കാണാം, സമയം പോലെ വീണ്ടും വരാം കേട്ടോ. ഹലോ, ഇവിടെ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ നേരിൽ വണ്ടി ലൈറ്റിന്റെ നേരെ ആയിക്കൊണ്ടിരിക്കും. വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി കയറി അങ്ങനെ പോയി. അത് പേടിക്കണ്ടൊക്കെ നമ്മുടെ അവിടെ നെഞ്ചുണ്ട്. പ്രതീക്ഷിച്ചുകൊണ്ട് കൈയടയാളത്തിൽ മനസ്സാക്ഷി അംഗീകാരങ്ങൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് രമേശ് പിഷാരടി ഈ പാതയോരങ്ങളിലൂടെ ഇതാ കടന്നു വരികയാണ്. നമസ്കാരം, നമസ്കാരം. ഹലോ, നമസ്കാരം, 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 നമസ്കാരമുണ്ട്. ഹലോ, നമസ്കാരം, നമസ്കാരം. പിന്നെ നമസ്കാരം ഉണ്ട് കേട്ടോ മോളെ. നമസ്കാരം. ഡിയർ, ഡിയർ, ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. ഹലോ, ഓക്കെയല്ലേ? നമസ്കാരം. എന്താ പോലെ കേട്ടിരിക്കുന്നു? പറയണം കേട്ടോ. തകർക്കും നമ്മൾ. ഈ പറയുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ വരാനൊക്കെ നേരെ അങ്ങോട്ട് പോയി ഞങ്ങൾ അതുണ്ടല്ലോ. അത് ഞാൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റോ? ഒറിജിനൽ. പക്ഷെ വണ്ടിക്ക് കോൺഗ്രസ് ഒന്നും അറിയത്തില്ല. പിന്നെ എന്റെ ഹലോ, കലക്കണ്ട നിങ്ങളുടെ പരിപാടി. അപ്പൊ ഇങ്ങനെയാണ് ഈ പണി നടക്കുന്നത്. എവിടെയൊക്കെ വളർത്തുന്നത് ചേച്ചി? പോയി അവിടെ ഇരുന്നോ, നിങ്ങളുടെ പണി നടക്കട്ടെ.
നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നു. ഓക്കെ അല്ലേ കാര്യം? നമുക്കായി വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഇതെന്തുണ്ടാക്കുന്നത് കപ്പയുടെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി അതിന് മുറിച്ചിട്ടുള്ള പരിപാടിയാണ് അല്ലേ? ആണോ? വന്നാൽ അത് വേണ്ട. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത് എന്താ പരിപാടി? ഞാൻ വരുമോന്ന് കണ്ടോ? നിലം ചൂടാവുന്നുണ്ടല്ലേ ഇവിടെ? ചാരത്തിന്റെ ചൂടാ. ഇതിന് നമ്മൾ തടിയുടെ പൊടിയിട്ട് കൊടുത്തോണ്ടിരിക്കുക. നല്ല ആഴമുള്ള അടുപ്പാണ്. പുക പുറത്തോട്ട് അതിലേ പോകും. അതിൽ നിന്ന് നേരോട്ട് പോക്കോട്ട് വയ്ക്കുന്നു, വറക്കുന്നു. ഇവിടെ ദേശീയമായി ഹാൻഡ് ചെയ്യുന്നു. അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പാക്ക് ചെയ്തപ്പോഴല്ലേ പുതിയ പ്രൊജക്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പ്രൊഡക്റ്റ് ഓ, അത് നമ്മുടെ പാക്ക് ചെയ്യുന്നത് അല്ലേ? ഇത് ഫംഗ്ഷൻ ആയോ? എന്താ HP ഫുഡ് അല്ലേ? അതിനകത്ത് ഇട്ട് കൊടുത്ത് പാക്ക് ചെയ്തിട്ട് നന്നായി. ഇത് ഇന്ത്യൻ തന്നെയാണോ ജർമ്മനി? എവിടെ നിന്ന് വരുന്നത്? മോളെ എല്ലായിടത്തും പറയണം. ചേച്ചിമാരെ എല്ലാം ഓക്കെ അല്ലേ? ഗംഭീരാക്കി തരണം കേട്ടോ. ഗംഭീരാവണം ചേട്ടാ. നമസ്കാരം. വോട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കൂടെ ഉണ്ടാവണം, സഹായിക്കണം, കൈപ്പത്തിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം കേട്ടോ. ഓക്കെ, എടുത്തോളൂ തരും. ഞാൻ സമയം പോലെ വരാം. ഹലോ അമ്മേ, എന്നോട് എല്ലാവരും പറഞ്ഞു അമ്മ വിചാരിച്ച ഇവിടുന്ന് ആയിരക്കണക്കിന് വോട്ട് പിടിക്കാൻ പറ്റുമെന്നാണ്. അമ്മ വിചാരിച്ചാൽ പറ്റുമെന്ന്. ഹലോ, ഒന്നും കേട്ടോ. അപ്പൊ കൂടെ ഉണ്ടാവണം. കുറെ ആളുകളെ കൊണ്ട് ജയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്. അപ്പൊ ചെയ്തു തരണം. ശരി കേട്ടാ, എടുത്തോളൂ. അവർക്ക് അറിയും. പോയിട്ട് നമ്മൾ ഇവിടെ പോകണം. കണ്ടിട്ട് വരായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പോവാം. വോട്ട് ചെയ്യണം. ഞാൻ പുള്ളിനെ ഏൽപ്പിച്ചേക്കാണ് വോട്ട് പറയുന്ന കാര്യം. കൂടെ ഉണ്ടാവണം കേട്ടോ. കൂടെ ഉണ്ടാവണം. കൈപ്പറ്റി വോട്ട് കേട്ടോ. അത് എന്നാലും എന്നോട് പറയണം. അവിടെ അപ്പുറത്ത് He's doing his PhD in UK. Very active in foreign affairs. He especially came to meet you. ഓം
നമസ്കാരം. നമസ്കാരം. ഇവിടെ ഉണ്ടാവണോ എല്ലാവരും? ആ നമസ്കാരം. ഹലോ നമുക്ക് ഗംഭീരാക്കണം. അങ്ങോട്ട് പോവാം. നമ്മുടെ ലോഡിംഗ് ടീം വരുന്നുണ്ട്. നമസ്കാരം. 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 ഓ ഗംഭീരം. നമസ്കാരം. യെസ്. ഫോട്ടോ എടുത്തോ. മാറി നിൽക്കുക. ബിന്ദു അങ്ങനെ നിന്നോ. രണ്ടുപേരും ഇപ്പുറത്തേക്ക്. സ്ത്രീകൾ മാത്രം കുറച്ചുകൂടി ചേർന്ന് ചെറിയ വിട്ടായിരുന്നു. ആണുങ്ങൾ വേറെ എടുത്തു. വേറെ എടുത്തു. ഇത് അല്ലെ തികയില്ല എല്ലാവരും കൂടെ. രണ്ടുപേരും ഇപ്പുറത്ത് വരും. സ്ത്രീകൾ രണ്ടുപേരും ഇപ്പുറത്ത് വരും. അപ്പൊ ഓക്കെ, നിങ്ങൾ ജോലികൾ നടക്കട്ടെ. ഞാൻ കറയത്തിൽ വരാം. കയറ്റിവിടാം. മൈക്കുണ്ട് കേട്ടോ. ചോദിച്ചു താങ്കളുടെ വിജയം ഉറപ്പിച്ചു. എന്താണ് താങ്കളുടെ വിജയം ഉറപ്പിച്ചുവോ? വിജയം അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ വലിയ കോൺഫിഡൻസ് തന്നെയാണ്. ആത്മവിശ്വാസമുണ്ട്. പിന്നെ അത് വരുമ്പോഴേ ഉണ്ടല്ലോ, അതിൽ തന്നെയല്ലേ നിൽക്കുന്നത്. ജനങ്ങൾ സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? കണ്ടല്ലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. നമ്മളെല്ലായിടത്തും മുമ്പ് വലിയ സപ്പോർട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, വലിയ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു പലയിടത്തും. അതെ, നടക്കട്ടെ. നമസ്കാരം. കൂടെ ഉണ്ടാവണം. തകർക്കണം കേട്ടോ. നമസ്കാരമുണ്ട്. നിങ്ങളറിയപ്പോ ഞാൻ കയറി പ്രശ്നമായോ? ഹലോ, നമസ്കാരം. കൂടെ ഉണ്ടാവണം. പകർക്കണം. നമുക്ക് കൊള്ളാം. അണീവി ഇലക്ഷന് 2 ദിവസം മുമ്പോട്ടില്ലല്ലോ അല്ലേ? ഇന്ന് വൈകുന്നേരം അടയ്ക്കും. ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് കിട്ടിയില്ല. അവരൊന്നും ശരിക്കാൻ ശശിയുടെ മേലേക്ക് പോണ്ട. എല്ലാവരും ഫോട്ടോ കഴിക്കും. നമ്മൾ വിളിച്ചിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞു നല്ല വിളിച്ച് കിട്ടും. ലോഡിങ് നമ്മുടെ ലീഡറാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ
ആണോ? അങ്ങനെ കൈ കൊടുത്ത് ഇതൊന്ന് വെറൈറ്റി എടുത്ത് ഒന്നൊന്നടിക്കും. നമ്മൾക്കെന്നും മുതൽ കൂട്ട് ഇവരെ ഉണ്ടാവുള്ളൂ. നടക്കട്ടെ. അവിടെ ഉണ്ട് വരും. ഫോട്ടോ എടുത്ത് എടുത്തോ ഉണ്ടാവുമല്ലോ. അന്ന് രാവിലെ വന്നപ്പോ അതെ ഫുൾ ടൈം എടുത്തേക്കുവാ. അതാണ് ശരി. എന്നിട്ട് എത്ര ഫ്ലാറ്റിന്റെ മുഴുവൻ? ഓ കുട്ടികളെ വെള്ളം ഒന്ന് കലക്കി എന്തൊരു കലക്കും അയ്യോ വടിയെടുക്കാൻ വരും. ഇവിടെ മെയ് 4-ന് MLA ആവാൻ പോകുന്ന ആളാണ്. അപ്പൊ സ്ഥിരം കൗൺസിലർ ഉണ്ടാവും, MLA ഉണ്ടാവും. അതെ, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. നടക്കട്ടെ. അപ്പൊ എല്ലാരും പറ്റുന്ന ഇല്ല വേണ്ട സമയം ഇന്നിപ്പോ 7 മണി വരെയല്ലേ ഉള്ളൂ. നമ്മൾ ഫൈനൽ പിന്നെ കേറുന്നില്ല. ഞാൻ മറ്റൊരു ദിവസം വരെ കേറിയ പിന്നെ വീട്ടിൽ കേറിയില്ല എന്ന് പറയാൻ നിങ്ങൾ ഇതിനേക്കാൾ വിഷയം. അവൻ അവിടം വരെ വന്നു. ഇവിടെ പുതുപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിൽക്കാൻ പറയാം പോരെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ഓഫീസിനോട് നിൽക്കാൻ പറയാം. വർഷം മെയിൻ ജോലി വരുന്നത് പിന്നെ വരെ വണ്ടി വരുന്നു വൈകിട്ടാണ് നിങ്ങളുടെ ഉണ്ട്. ആനന്ദത്തിന്മേളം വിജയെ കൊടി പറട്ടെ, ജയമാല്യം ചാർത്തട്ടെ. ഉഷാറായി ബസ്
അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ രമേശ് പിഷാരടി ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ മതേതര മണ്ണ് വീണ്ടെടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ട കാക്കാൻ നമ്മുടെ രമേശ് പിഷാരടി പാലക്കാടിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോ അതിനാദ്യത്തെ പേര് പാലക്കാട്. അതിന്റെ സാരഥി രമേശ് പിഷാരടി. അടയാളം ഈ പാലക്കാടിന്റെ മണ്ണിന് മറക്കാൻ കഴിയോ? ഈ മതേതര മണ്ണിന് മറക്കാൻ കഴിയോ? ഐക്യ ജനാധിപത്യ മുന്നണിയെ മാറ്റാൻ കഴിയോ? ഈ നാട്ടിലെ സ്നേഹവും സാഹോദര്യവും സൗഹൃദവും മതനിരപേക്ഷയും ഉയർത്തിപ്പിടിക്കാൻ ഒരേ ഒരു മുന്നണിക്ക് കഴിയൂ. അത് UDF. ഈ തെരഞ്ഞെടുപ്പും തെളിയിക്കും പാലക്കാടിന്റെ മനസ്സ് മതേതര മനസ്സാണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. ഈ പാലക്കാട് ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്രം തിരുത്തുന്ന വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കും. നമുക്കറിയാം, പണ്ട് ഇടതുപക്ഷ കോട്ടയാന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ കോട്ട 2019 തകർത്ത് തരിപ്പണമാക്കി. പോലുമില്ല കണ്ടുപിടിക്കാൻ. 2024 അല്ലേ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നമ്മുടെ ഈ മണ്ഡലം നിലനിർത്തി പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പിൽ ഈ മണ്ണിന്റെ നായകനായി വന്ന് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല, വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. ഇവിടെ നമ്മുടെ സാരഥിയായി വന്നിരിക്കുന്നത് ആരാ? പാലക്കാടിന്റെ പ്രിയപ്പെട്ട പുത്രൻ, ലോകം അറിയപ്പെടുന്ന കലാകാരൻ, ഈ നാടിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ രമേശ് പിഷാരടി. ആ രമേശ് പിഷാരടി ഈ മണ്ണിനെ നയിക്കാൻ പോകുന്നു. ഈ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം 10 മടങ്ങ് വീര്യത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ കേന്ദ്രമായി ഈ പാലക്കാടിനെ മാറ്റും. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ആവേശോജ്വലമായ സ്വീകരണം, ആയിരങ്ങൾ 10,000 അണിനിരന്ന ഈ ഒരു പട്ടുകൂറ്റൻ പ്രകടനം മതിയല്ലേ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, പൊടി പോലുമില്ല. ചെഗുവേരയൊക്കെ ലോകം മറന്നു. ആകെ ചെഗുവേരയുടെ ഫോട്ടോ ഉള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ ആ പിണറായിയുടെ ഫോട്ടോ ഒന്ന് കാണിക്കുക. പിണറായിയുടെ ഫോട്ടോ കാണിച്ചാൽ കെട്ടിവെച്ച കാശ് പോകും. നമ്മുടെ പാലക്കാട് ഈ 10 വർഷക്കാലം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ, എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ ഈ സർക്കാരിനെതിരെ ജനരോഷം ആർത്തിരമ്പുകയാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറ്റം വരെ നമുക്ക് വിശ്രമമില്ല. നമ്മുടെ പ്രിയങ്കരനായ സാരഥി, നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന കലാകാരൻ കൂടിയായ, രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയ ഉയർന്ന ചിന്തകൾ പുലർത്തി പോകുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്റെ നിലപാട് അതിശക്തമായി പ്രകടിപ്പിച്ച ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഇവിടുത്തെ മതേതരത്വത്തിന് വേണ്ടി അചഞ്ചലമായി, നിർഭയമായി, ഇച്ഛാശക്തിയോടുകൂടി പരസ്യമായി പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ രമേശ് പിഷാരടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏതാനും ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം കൊള്ളുന്നാളം വീടും പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം തിരുവുള്ളൻ കൊല്ലിക്കൊണ്ടിൽ മേലെ കാവടി എന്തും വേണം ഇന്നക്കറിയുള്ളവരിക്കറിയെത്തും തക്കിടി തകിലടി വേണം ഇത് മാസത്തിലെ സൂര്യനിലേക്ക് കടലിൻ വെള്ളത്തെ ആടും വരയും കുഴിയും കടന്ന് കയറി വെള്ളത്തിൽ വണ്ടിത്തേരാമേ
കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ അത് രാവിലെ തൊട്ട് കണ്ണാടി 136